ഹലോ ഗെയ്സ്, ഇന്ന് പെട്ടു ഗെയ്സ്. വീട്ടിൽ വന്നപ്പോൾ മുത്തിന് ഭയങ്കര തലവേദന. കറിക്ക് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. എന്ത് ചെയ്യുന്ന വിഷമിച്ച് ആളോടെ കിടക്കി. ഞാൻ പറഞ്ഞു, എന്തിനു വിഷമിക്കണം, ഞാനല്ല ഉള്ളത്. നമ്മളപ്പോഴേ ഡ്രസ്സൊക്കെ മാറി അടുക്കളായിട്ട് കയറി. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഞാൻ ഭയങ്കര കുക്കിങ്ങാരനാണ്. ഒന്നുമില്ല ഗെയ്സ്, കണ്ടവൻ കടയിൽ ഉണ്ടാക്കി വിൽക്കാൻ വെക്കുന്ന ഒരു ബീഫ് മേടിച്ചിട്ട് വന്നിട്ടുണ്ട്. അത് നമ്മളിന് മെയിൻ്റെനൻസ് വർക്ക് കഴിക്കുമ്പോഴാണ് നിങ്ങൾ കാണാൻ പോണത്. ആദ്യം തന്നെ നമ്മൾ മെയിൻ്റെനൻസ് വർക്കിന്റെ ആദ്യപടിയായി ഇച്ചിരി വെളിച്ചെണ്ണ എടുത്ത് അങ്ങനെ ഒഴിച്ചെണ്ണ. നമ്മൾ വെളിയിൽ നിന്ന് ഫുഡ് മേടിച്ചാലും കൊണ്ടുവന്നാലും നമ്മൾ ഇറക്കുന്നു നമ്മുടേതായ ഒരു മെയിൻ്റെനൻസ് നടന്ന എപ്പോഴും നല്ലതായിരിക്കും കേട്ടോ. കടുകിന്റെ ഇതിന് കൂടെ എന്നിട്ടൊരു ഇത്തിരി കടുക് ഇത് ഇങ്ങനെ എടുക്കുക. പൊട്ടുമെന്ന് അറിയത്തില്ല, ഇപ്പൊ വെളിച്ചെണ്ണ ഒഴിച്ചുള്ളൂ കേട്ടോ. നോക്കട്ടെ. പൊട്ടുന്നുണ്ട് കേസ്. ഇങ്ങനെ അങ്ങോട്ട് കൊടുക്കുക. അപ്പൊ അവനോടൊക്കെ ഒന്ന് പൊട്ടി തറക്കുന്ന സമയത്ത് നമ്മൾ ഒന്ന് സപ്പോർട്ടായിട്ട് ഇതേ സ്പൂൺ എടുത്ത് ഇങ്ങനെ വന്നാൽ തിരിച്ചുമോൾക്ക് മുത്തിന് തീരെ വയ്യാത്തോണ്ട കേസ്. ഇല്ലെങ്കിൽ അവൾ എന്തെങ്കിലും എഴുതിട്ട് റെഡിയാക്കി വെക്കണം. തീരെ വയ്യാത്തോണ്ട സാധാരണ അങ്ങനെ കിടക്കണമല്ല. ആള് ഇത് വീഡിയോ കണ്ടു കഴിയുമ്പോൾ ആള് ചിലപ്പോ ഒന്ന് ഒരു തലക്കണക്ക് വരും. അതൊക്കെ വേറെ കാര്യം. അപ്പം എന്നിട്ട് നമ്മളിത് സവോള എടുത്ത് ഇങ്ങനെ ഇട്ട് കൊടുത്തേ. സവോള എടുത്ത് ഇങ്ങനെ ഇട്ടിട്ട് ചിക്കിക്കൊണ്ടിരിക്കുമ്പോ ഈ ഊടിരിക്കണം അറിയത്തില്ല കേസ്. നമുക്ക് അടുക്കള കയറി ഒരു പരിചയമൊന്നുമില്ല. പക്ഷെ എന്നാലും നമ്മൾ പുറകോട്ട് പോകത്തില്ല. അതിനു കൂടെ അടുത്ത പരിപാടി തന്നെയാ. അടുത്തത് സംഭവമൊക്കെ നമ്മൾ എടുക്കുക. സംഭവമൊക്കെ എടുത്ത് നമ്മൾ റെഡിയാക്കി. ഓക്കെ, അപ്പൊ നമ്മൾ ഇതൊക്കെ ചിക്കിക്കൊണ്ടിരിക്കും കേട്ടോ. നമുക്ക് വല്ലപ്പോഴൊക്കെ നമുക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ കുഴപ്പമുള്ള കാര്യമൊന്നുമില്ല. കാര്യം വന്നപ്പോ ഞാൻ താമസിച്ചു പോയി. അപ്പൊ നമുക്ക് ഇനി ഫുഡ് ഉണ്ടാക്കി കൊണ്ട് കഴിക്കാനുള്ള ഒരു സാഹചര്യം കേട്ടിരുന്നില്ല. ഇവിടെ ആണെങ്കിൽ ചെറുതാണെങ്കിൽ അടിച്ചു പൊളിക്കുക. പൊന്നെ അത് പൊളിക്കല്ല, പൊന്നെ അടിച്ചു പൊളിക്കല്ല കേട്ടാ. ചെറുതാണെങ്കിൽ അടിച്ചു പൊളിച്ച് തകർത്തോണ്ടിരിക്കും അവിടെ. അപ്പം ഇങ്ങനെയൊക്കെയല്ലേ ഓരോന്ന് പഠിക്കുന്നല്ലേ കേസ്. ഇങ്ങനെയൊക്കെയാണ് പഠിക്കുന്നത്. ഇനി ഇതിനകത്തേക്ക് തന്നെ യെസ് ബോസ്. അപ്പോ നമ്മൾ അതിനകത്തേക്ക് മീറ്റ് മസാല എടുത്തങ്ങ് തട്ടിക്കൊടുക്കും. ഓക്കെ, അങ്ങനെ പ്രത്യേകിച്ച് കണക്കൊന്നുമില്ല. അതൊക്കെ നമ്മുടെ ഒരു കണക്കാട്ടോ. ഇതൊക്കെ വെച്ചങ്ങ് തട്ടിയും കൊടുത്തില്ല. അതിനകത്തേക്ക് ഇനി ഉപ്പിടണോ? ഉപ്പ് വേണോ? ഉപ്പിച്ച് ഇടാല്ലേ ഇതുമോളെ. ഇതൊക്കെ നമ്മുടെ ഒരു പരീക്ഷണമല്ല. ജയിച്ചാ ജയിച്ചു കേസ്, തോറ്റാ തോറ്റു കേസ്. എന്നാ വന്നെ ഇപ്പൊ റെഡിയാക്കി തരാം. നമ്മളിപ്പൊ റെഡിയാക്കൂലേ? അപ്പൊ അങ്ങനെയാണ് കേസ്. പക്ഷെ നമ്മൾ ഇതൊന്നും കണ്ട് നമ്മൾ തളരരുത് കേസ്. നമ്മളിടക്ക് അവർക്ക് വയ്യാണ്ടൊക്കെ ഇരിക്കാൻ ഇടയ്ക്ക് കൊടുക്കുന്നൂടെ എത്തി കൊടുക്കും. ഓക്കെ, ഉപ്പ് എന്താ മോളെ? ഗേസ് ചേച്ചി ഉപ്പ് എടുത്തിട്ടുണ്ടല്ലോ ഗേസ്. ഉപ്പും പാത്രവും എന്ത് ചെയ്യണം ഗേസ്? ഉപ്പും പാത്രം വിളി കേൾക്കുന്നില്ല. ഉപ്പും പാത്രം വിളി കേൾക്കുന്നില്ല. ഓക്കെ, അപ്പം ഉപ്പൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ ഗേസ്. അപ്പൊ ഇച്ചിരി ഉപ്പൊക്കെ അങ്ങ് ഇട്ട്, കൂടുതൽ കുറയുമോന്ന് അറിയത്തില്ല. ഉപ്പൊക്കെ അങ്ങ് ഇട്ടിട്ടുണ്ടേ. ഇത് ശാന്തിമാര് അമ്പലത്തെ ക്രിയ ചെയ്യുമ്പോൾ എടുക്കുക അതേ ഉള്ളൂ. ഇനി കുരുമുളക് പൊടി ഇച്ചിരി ഇട്ടേക്കണം. അങ്ങനെ കണക്കൊന്നുമില്ലെന്നേ. നമ്മളൊരു മെയിൻ്റെനൻസ് വർക്ക്. ഓയ് എന്നാ പിന്നെ ഓക്കെ. അപ്പൊ അവരിങ്ങനെ കിടന്ന് തകർത്തുകൊണ്ടിരിക്കും. എന്തിനു മോളെ? അയലൊക്കത്തോട്ട് സാമ്പാർ വെക്കണ്ടെന്ന് തോന്നുന്നു. അയലൊക്കത്തോട്ട് സാമ്പാർ വെക്കുന്നുണ്ട് തോന്നുന്നു. നല്ല മണം അടിക്കുന്നുണ്ട്. അപ്പുറത്തെ വീട്ടിലൊക്കെ മീൻ മറന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ കേസ് ഇവിടെ നിന്ന് മൂക്കിന്റെ പാലം തകർന്നു. അതേപോലത്തെ വർക്കുകൾ വർക്ക്. ഓക്കെ കേസ്, ഇനിയാണ് നമ്മൾ ഉരുളക്കിഴങ്ങ് ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടോ കേസ്. ഇത് കണ്ട ഉരുളക്കിഴങ്ങ് ഉപയോഗിച്ചിട്ടുണ്ട്. ആ ഉരുളക്കിഴങ്ങ് കൂടി നമ്മളങ്ങ് ഇട്ടേക്കണം. ഇതൊക്കെ ഒരു പരിപാടിയല്ലേ. കണ്ടാ, ഈ ഉരുളക്കിഴങ്ങ് അങ്ങ് ഇട്ടേക്കണം. എന്നിട്ട് അവൻ കൂടെ ഇട്ടങ്ങ് തകർത്തേക്കണം. ബോംബ് വെളിച്ചെണ്ണ ഇട്ട് കുറവുണ്ടെന്നുള്ളത് അതിന് കൂടെ ഇതിൽ വെളിച്ചെണ്ണൊക്കെ അങ്ങ് ഒഴിച്ചേക്കാം. നിങ്ങൾ ഇങ്ങനെയൊക്കെയാണ് ഗീസ് കാണിക്കുന്നത്. നമ്മൾ ഇങ്ങനെയൊക്കെ ഒരു പരീക്ഷണമൊക്കെ നടത്തി നോക്കാം. പക്ഷെ ഉദാസപ്പ ഇതൊന്നും കണ്ട് നമ്മൾ തകരും. പൊന്നെ അതൊന്നും തകർക്കല്ലേ കേട്ടാ.
അപ്പൊ ഉരുളക്കിഴങ്ങ് കൂടി ഇട്ട്, കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബീഫിനകത്ത് ഉരുളക്കിഴങ്ങ്, ഭയങ്കര ടേസ്റ്റ്, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനം. ഇതേ നമ്മുടെ ബീഫ് അവൻ കൂടെ എടുത്തങ്ങ് ഇട്ടിട്ട് ഒരു നൈസ് പരിപാടി നമ്മൾ അടിക്കും. ഓക്കെ നമ്മുടെ വീട്ടിലെ ബീഫിനൊക്കെ മണം അയലൊക്കെ ഇട്ട സാമ്പാറാണ്, നല്ല മാടിക്കുണ്ട്. ഇതിന് മോളെ വലിച്ചു വിട്ടു, തുറക്കണ്ട. ഈടാ പണി പാടി ഗീസ്, സാമ്പാർ കൂടിയാ ഗീസിട്ട്. എനിക്ക്